ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലയ്ക്കൊക്കെ നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേവാരി ഉള്ള കാര്യം പറയാം. ജാതീയമായുള്ള വിവേചനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ രൂഢമൂലമായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം ഇത്തരം വസ്തുതകൾക്കെതിരെ പ്രതികരിക്കുകയോ അതിനെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യുകയോ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഗവൺമെൻറ്റിനെ സമ്മർദ്ദപ്പെടുത്തുക, ആ രീതിയിലുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ കാലിൽ പിടിച്ച് ഭിത്തിയിലടിക്കുമെന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ വലിയൊരു ജാതീയമായിട്ട് പെട്ടെന്നുണ്ടായൊരു വിഷയമാണിത്. അങ്ങനെയുള്ളവരൊക്കെ ഭിത്തിയിലടിച്ച് തീർത്ത് കളയും. അങ്ങനെ തീർത്ത് കളഞ്ഞാൽ ജാതി വിഷയം പരിഹരിക്കും എന്ന ലളിതമായുള്ള ഒരു സമവാക്യത്തിലേക്കാണ് ഇതൊക്കെ എത്തിച്ചേരുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നം അതേ അല്ല. ഇവിടെ അടിസ്ഥാനപരമായി കേരളത്തിലെ ദളിത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ജാതി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വളരെ പ്ലാൻഡായിട്ടും നിൽക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം. കേരളത്തിലെ ക്യാമ്പസുകളെന്ന് പറഞ്ഞാൽ ജാതിയില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസാണ്. അതാണ് ഐഡിയലായുള്ള ക്യാമ്പസ്, അതാണ് പുരോഗമന ക്യാമ്പസ്. അപ്പം ഇതിനകത്ത് ജാതിയില്ല, ജാതി വിവേചനങ്ങളില്ല. ജാതി ഉണ്ടെങ്കിലാണല്ലോ വിവേചനം ഉണ്ടാവുന്നത്.